സ്വർണ്ണത്തരികളടങ്ങിയ മണ്ണ് വാഗ്ദാനം ചെയ്ത് അരക്കോടി രൂപ തട്ടിയ ഗുജറാത്ത് സംഘം കൊച്ചിയിൽ പിടിയിൽ. സൂറത്ത് സ്വദേശികളായ 4 അംഗ സംഘത്തെയാണ് പാലാരിവട്ടം പോലീസ് അറസ്റ്റ് ചെയ്തത്. തമിഴ്നാട് സ്വദേശികളായ സ്വർണ്ണപ്പണിക്കാരെ കബളിപ്പിച്ച് 50 ലക്ഷം രൂപയും 36 ലക്ഷം രൂപയുടെ ചെക്കുകളുമാണ് സംഘം തട്ടിയെടുത്തത്. ഗുജറാത്ത് സൂറത്ത് സ്വദേശികളായ സന്ദീപ് ഹസ്മുഖ്, വിപുൾ മഞ്ചി, ധർമ്മേഷ്, കൃപേഷ് എന്നിവരെയാണ് പാലാരിവട്ടം പോലീസ് അറസ്റ്റ് ചെയ്തത്. നോർത്ത് ജനതാ റോഡിൽ കെട്ടിടം വാടകയ്ക്കെടുത്തായിരുന്നു തട്ടിപ്പ്. തമിഴ്നാട് നാമക്കൽ സ്വദേശികളായ സ്വർണ്ണപ്പണിക്കാരാണ് തട്ടിപ്പിനിരയായത്. 50 ലക്ഷം രൂപയും 18 ലക്ഷം രൂപയുടെ 2 ചെക്കുകളും ഗുജറാത്ത് സംഘം ഇവരിൽ നിന്നും തട്ടിയെടുത്തു. സ്വർണ്ണാഭരണ ഫാക്ടറിയിൽ നിന്ന് ശേഖരിച്ച സ്വർണ്ണത്തരികളടങ്ങിയ മണ്ണാണെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ്. 500ഓളം ചാക്കുകളിലായി നിറച്ച മണ്ണിൽ നിന്ന് തമിഴ്നാട് സ്വദേശികളെ കൊണ്ട് ഇവർ 5 കിലോ സാമ്പിൾ എടുപ്പിച്ചു. പിന്നീട് ഒരു മുറിയിൽ പ്രത്യേകം തയ്യാറാക്കിയ മേശയ്ക്ക് മുകളിൽ വെച്ച ത്രാസിൽ സാമ്പിൾ തൂക്കി. മേശയ്ക്കടിയിൽ ഒളിച്ചിരുന്ന പ്രതികളിൽ ഒരാൾ ടേബിളിലും ത്രാസിലും നേരത്തെ സൃഷ്ടിച്ചിരുന്ന ദ്വാരത്തിലൂടെ സിറിഞ്ച് ഉപയോഗിച്ച മണ്ണ് നിറച്ച കിറ്റിലേക്ക് സ്വർണ്ണ ലായനി കുത്തിവെച്ചു. സാമ്പിളിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുക്കാൻ കഴിഞ്ഞതോടെ നാമക്കൽ സ്വദേശികൾക്ക് വിശ്വാസമായി. 5 ടൺ മണ്ണ് വാങ്ങിയ ഇവർക്ക് പിന്നീടാണ് തട്ടിപ്പ് മനസ്സിലായത്. തുടർന്ന് പാലാരിവട്ടം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. സമാന രീതിയിൽ തട്ടിപ്പ് നടത്തിയതിന് പ്രതികൾക്കെതിരെ തമിഴ്നാട് സേന്ദമംഗലം സ്റ്റേഷനിലും എറണാകുളം നോർത്ത് സ്റ്റേഷനിലും പരാതികളുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കൈരളി ന്യൂസ്, കൊച്ചി.